ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം, ദൈവഹിതത്തിന് കീഴടങ്ങുക എന്നൊക്കെയാണല്ലോ. എന്നാൽ ഇന്ന് പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും അവസ്ഥ കാണുമ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? വളരെ പ്രസക്തവും എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു ചോദ്യമാണിത്. ഒരു മതത്തിൻ്റെ തത്വങ്ങളും ആ മതം പിന്തുടരുന്ന മനുഷ്യർ ജീവിക്കുന്ന രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ രാജ്യങ്ങളിൽ സമാധാനമില്ലായ്മയ്ക്ക് പിന്നിൽ മതം മാത്രമല്ല, മറിച്ച് സങ്കീർണമായ പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര യുദ്ധങ്ങളുമാണ്. പല ഇസ്ലാമിക രാജ്യങ്ങളിലും ജനാധിപത്യപരമായ ഭരണ സംവിധാനങ്ങളുടെ കുറവുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഏകാധിപത്യ ഭരണങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധങ്ങളും അതിനെ തുടർന്നുണ്ടായ ആഭ്യന്തര യുദ്ധങ്ങളുമാണ് സിറിയ, യമൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളെ തകർത്തത്. ഇത് കേവലം അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു. രണ്ടാമത്തേത് വിദേശ ഇടപെടലുകളാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ സമാധാന തകർച്ചയ്ക്ക് ചരിത്രപരമായി വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകൾ വലിയൊരു കാരണമാണ്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അധിനിവേശങ്ങളും എണ്ണ സമ്പത്ത് നിയന്ത്രിക്കാനുള്ള വൻ ശക്തികളുടെ രാഷ്ട്രീയ കളികളും ഈ പ്രദേശങ്ങളിലെ സമാധാനം പൂർണ്ണമായി തകർത്തു. മൂന്നാമത്തേത് തീവ്രവാദവും മതത്തിന്റെ ദുർവ്യാഖ്യാനങ്ങളുമാണ്. മറ്റേതൊരു മതത്തിലും എന്ന പോലെ ഇസ്ലാമിലെയും ചില ആശയങ്ങളെ തീവ്രവാദ സംഘടനകൾ തങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഇത്തരം സംഘടനകളുടെ പ്രധാന ഇരകൾ ആ രാജ്യത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ തന്നെയാണ്. നാലാമത്തേത് സാമ്പത്തിക പ്രതിസന്ധിയും വിദ്യാഭ്യാസക്കുറവുമാണ്. പട്ടിണി, തൊഴിലില്ലായ്മ, ശരിയായ വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്നിവ ജനങ്ങളിൽ നിരാശയും അരാജകത്വവും ഉണ്ടാക്കുന്നു. പല ആഫ്രിക്കൻ, ഏഷ്യൻ, മുസ്ലിം രാജ്യങ്ങളിലും സാമ്പത്തിക വ്യവസ്ഥ തകർന്ന നിലയിലാണ്. വിദ്യാഭ്യാസമില്ലായ്മ ജനങ്ങളെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാൻ തീവ്രവാദികൾക്ക് സഹായകരമാവുന്നു. മറ്റൊന്ന് സുന്നി ഷിയ തർക്കങ്ങളാണ്. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര തർക്കങ്ങളും ഇതിനൊരു കാരണമാണ്. സൗദി അറേബ്യ, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രാദേശിക മേധാവിത്വത്തിനായുള്ള മത്സരം യമൻ പോലുള്ള രാജ്യങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഈ അവസ്ഥയല്ല കേട്ടോ. UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, സൗദി തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളും മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും വളരെ സമാധാനപരവും സാമ്പത്തിക ഭദ്രതയുള്ളതുമായ രാജ്യങ്ങൾ തന്നെയാണ്. ഒരു രാജ്യത്തെ സമാധാനക്കേടിന് കാരണം അവിടുത്തെ മതഗ്രന്ഥങ്ങളല്ല, മറിച്ച് അവിടുത്തെ മോശം രാഷ്ട്രീയം, ദാരിദ്ര്യം, അധികാരമോഹം, വിദേശ അധിനിവേശങ്ങൾ എന്നിവയാണ്. ഗൾഫ് മേഖലയിലും മിഡിൽ ഈസ്റ്റിലും നിലനിൽക്കുന്ന അസ്ഥിരതക്കും സമാധാനമില്ലായ്മക്കും പിന്നിൽ നൂറ്റാണ്ടുകളായുള്ള ചരിത്രപരമായ കാരണങ്ങളും അതേസമയം അതീവ ഗുരുതരമായ ചില സമകാലിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഇതിൻ്റെ മൂലകാരണങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേത് സമകാലിക പ്രതിസന്ധി നോക്കിയാൽ ഇസ്രായേൽ, ഇറാൻ തമ്മിലുള്ള യുദ്ധമാണ് ഒന്ന്. അടുത്ത കാലത്തായി ഗൾഫ് മേഖലയെ ഏറ്റവും കൂടുതൽ അശാന്തിയിലാഴ്ത്തിയത് ഇസ്രയേലും ഇറാനും തമ്മിൽ ആരംഭിച്ച നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളാണ്. മുൻപ് പ്രോക്സി ഗ്രൂപ്പുകൾ വഴി നടന്നിരുന്ന നേരിൽ യുദ്ധം മാറി ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. 2026 ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങളും അതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതും സ്ഥിതിഗതികൾ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇതിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ UAEയിലെ ദുബായ്, ഫുജൈറ ഓയിൽ ഹബ്ബ്, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെയും എണ്ണ ഉൽപാദനത്തെയും നേരിട്ട് ബാധിക്കുകയും ചെയ്തു. മറ്റൊന്ന് ഫലസ്തീൻ ഗാസ യുദ്ധത്തിന്റെ ആഘാതമാണ്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ഗാസ യുദ്ധം ഈ മേഖലയിലെ സമാധാനക്കേടിന്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമാണ്. മാസങ്ങളായി തുടരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടക്കുരുതിയും ഫലസ്തീനിലെ മാനുഷിക പ്രതിസന്ധിയും അറബ് ലോകത്ത് വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. ഈ യുദ്ധം ഗസയിൽ മാത്രം ഒതുങ്ങാതെ ലബനാൻ, യമൻ തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് ചെയ്തത്. ചെങ്കടലിൽ കൂടിയുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാനലുകൾ ഹൂത്തികൾ ആക്രമിച്ചതും
ഇറാന്റെ നീക്കങ്ങളെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടതും ഗൾഫ് മേഖലയുടെ സമാധാന അന്തരീക്ഷത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. പ്രാദേശിക മേധാവിത്വത്തിനായുള്ള പോരാട്ടങ്ങളാണ് മറ്റൊന്ന്. മിഡിൽ ഈസ്റ്റിൽ ആര് മേധാവിത്വം സ്ഥാപിക്കും എന്നതിനെ ചൊല്ലി പതിറ്റാണ്ടുകളായി തുടരുന്ന രാഷ്ട്രീയ മത്സരമാണിത്. സൗദി അറേബ്യ ഇറാൻ തർക്കം അതിലൊന്നു മാത്രമാണ്. സുന്നി ഭൂരിപക്ഷമുള്ള സൗദി അറേബ്യയും ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന വിയോജിപ്പുകൾ യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങളെ വഷളാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സമ്പത്തും തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും കാരണം അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിരന്തരം ഇടപെടുന്നു. തങ്ങളുടെ ആയുധ കച്ചവടത്തിനും സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കുമായി അവർ നടത്തുന്ന നീക്കങ്ങൾ ഈ പ്രദേശത്തെ സമാധാന ശ്രമങ്ങളെ എപ്പോഴും തകിടം മറിക്കുന്നു. ഫലസ്തീൻ ജനതയോട് കാണിക്കുന്ന അനീതിയും ഇറാനെ കേന്ദ്രീകരിച്ച് ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന സൈനിക നീക്കങ്ങളും അതിനോടുള്ള ഇറാന്റെയും സഖ്യകക്ഷികളുടെയും കടുത്ത തിരിച്ചടിയുമാണ് ഗൾഫിലെ ഇപ്പോഴത്തെ അശാന്തിയുടെ യഥാർത്ഥ കാരണം. കേവലം മതപരമായ കാരണങ്ങളാലല്ല, മറിച്ച് ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും അധികാരം നിലനിർത്താനുമുള്ള രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണ് ഇതിന് പിന്നിൽ. ഗൾഫ് മേഖലയിലും മിഡിൽ ഈസ്റ്റിലും നിലനിൽക്കുന്ന സമാധാന തകർച്ചയിൽ ഇസ്രായേലിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ വിഷയത്തെ നിഷ്പക്ഷമായി വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ നയങ്ങളും സൈനിക നീക്കങ്ങളും ഈ മേഖലയെ എങ്ങനെയാണ് അസ്ഥിരപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രധാന കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്ന്, ഫലസ്തീൻ അധിനിവേശവും അവകാശ ലംഘനങ്ങളുമാണ്. ഈ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാതൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഫലസ്തീൻ പ്രശ്നം തന്നെയാണ്. 1948 ഇസ്രായേൽ രൂപീകൃതമായതു മുതൽ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളും ലംഘിച്ചുകൊണ്ട് ഭൂമി കയ്യേറി ഇസ്രായേൽ നടത്തുന്ന അനധികൃത കുടിയേറ്റങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് എപ്പോഴും തിരിച്ചടി തന്നെയാണ്. ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഫലസ്തീൻ ജനതയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് അവിടെ നിരന്തരമായി ജനരോഷത്തിനും സായുധ പോരാട്ടങ്ങൾക്കും വഴിവെക്കുന്നത്. മറ്റൊന്ന്, ഗസയിലെ അമിതമായ സൈനിക ശക്തി പ്രയോഗമാണ്. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ ഗസയിൽ ആരംഭിച്ച യുദ്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നായി മാറി. 10,000-കണക്കിന് സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുകയും ഗസ പൂർണ്ണമായും തകർക്കപ്പെടുകയും ചെയ്തു. ഈ ക്രൂരതകൾക്കെതിരെ അറബ് മുസ്ലിം ലോകത്ത് ഉണ്ടായ വലിയ ജനരോഷമാണ് യമനിലെ ഹൂത്തികളെയും ലബനാനിലെ ഹിസ്ബുല്ലയെയും പോലുള്ള സംഘടനകളെ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത്. ഇത് യുദ്ധം ഗസക്ക് പുറത്തേക്ക് വ്യാപിക്കാനും കാരണമായി. മറ്റൊന്ന്, പരമാധികാര രാജ്യങ്ങൾക്ക് മേലുള്ള അക്രമങ്ങളാണ്. തങ്ങളുടെ സുരക്ഷ മാത്രം മുൻനിർത്തി അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കാതെ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ മേഖലയിലെ സമാധാനം പൂർണ്ണമായി നശിപ്പിച്ചു. ഇറാനിലെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെയും ഇറാന്റെ മണ്ണിൽ നേരിട്ടും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാണ് പ്രകോപനമില്ലാത്ത വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് നടത്തുന്ന ഇത്തരം സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളാണ്. മറ്റൊരു പ്രധാന ഘടകം അമേരിക്കയുടെ അന്ധമായ പിന്തുണയാണ്. അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സാമ്പത്തിക, സൈനിക, നയതന്ത്ര പിന്തുണയാണ് ഇസ്രായേലിന് എന്ത് അതിക്രമം നടത്താനും ധൈര്യം നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധക്കുറ്റ പ്രമേയങ്ങളെ അമേരിക്ക വീറ്റോ ചെയ്ത് തോൽപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ നയങ്ങൾ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെ എപ്പോഴും പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ, ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രൂപീകരണവും അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത അധിനിവേശ നയങ്ങളും വലിയ തോതിലുള്ള സൈനിക ആക്രമണങ്ങളുമാണ് ഗൾഫ് മേഖലയിലെ അശാന്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തി. ഫലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കുകയും ഇസ്രായേൽ അവരുടെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യാതെ ഈ മേഖലയിൽ ശാശ്വതമായ ഒരു സമാധാനം പ്രതീക്ഷിക്കേണ്ടതില്ല.